വളരെ ഈസിയായി പ്രതിസന്ധികളെ അതിജീവിക്കാം. യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ നമ്മളെ തളർത്താനല്ല, വളർത്താനാണ് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന എല്ലാ മനുഷ്യരും പുതിയ പാഠങ്ങൾ പഠിക്കുന്നു. ആ പാഠങ്ങൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും. ഈ പ്രതിസന്ധിയെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റ് വീശുമ്പോൾ വൃക്ഷങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക. നല്ല ഉയരത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ കാറ്റ് വീശുമ്പോൾ ചാഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ കാറ്റ് വീശുക എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയാണ്. ഒടിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നല്ല കൊടുങ്കാറ്റാണെങ്കിൽ നേരെ നിൽക്കുന്ന വൃക്ഷങ്ങൾ അത് കാറ്റിനെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒടിഞ്ഞു പോകും. അപ്പോൾ കാറ്റ് വരുമ്പോൾ പല വൃക്ഷങ്ങളും വളരെയധികം കുനിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ താഴ്ന്നു കൊടുക്കും. അതിനെ അംഗീകരിക്കും. ആ കാറ്റ് പോയി കഴിയുമ്പോൾ അവയ്ക്ക് നേരെ നിൽക്കാൻ സാധിക്കും. എന്നാൽ ചില വൃക്ഷങ്ങൾ ഒട്ടും തന്നെ താഴ്ന്നു കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവയുടെ ഓലകൾ, അവയുടെ ഇലകളെല്ലാം അത് ഒഴിഞ്ഞ് അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അല്പം അതിനെ അംഗീകരിക്കുമ്പോൾ മാത്രമേ, അപ്പോൾ പ്രതിസന്ധികൾ കടന്നു പോകാൻ അനുവദിക്കുക. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നും അങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുമെന്നും നമ്മൾ മനസ്സിലാക്കുക. അതിനെ സുഗമമായിട്ട് കടന്നു പോകാൻ അനുവദിക്കുക. അപ്പോൾ ആ പ്രതിസന്ധി ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കും.